ഇവിടെ എല്ലാം അടച്ചു വെച്ചിരിക്കണതാണ്. ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇതൊക്കെ എല്ലാം ഇതാ റെസ്റ്റോറൻറ്റുകളാണ് മിക്കതും തന്നെ. പക്ഷെ ഇവിടങ്ങളിൽ പാർക്കിംഗ് ഏരിയ ഇല്ല, അതാണ് പ്രശ്നം. ആ കാണുന്നത് മൊത്തം റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ഇപ്പം ഇവിടെ ഇതില്ല, എന്താ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാം അടവാ, വലിയ തിരക്കില്ല. ഉണ്ടോ? ദേശീയിലെ തിരുവോരങ്ങളിലൂടെ എവിടെയൊക്കെ റെസ്റ്റോറൻ്റാണ്. നമുക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ പോകണോ? ഇങ്ങനെ പോകും, കാറ് വരുന്നു, ഇങ്ങനെ പോകും. അങ്ങനെ നമുക്ക് അടുത്ത ദിവസം പോകാവേ. ഇവിടെ വന്ന് ഒരു ദിവസം ചൈനീസ് ഫുഡ് കഴിക്കണം. ചൈനീസ് എന്താ പറയുക, ഗോഡ് ഇരിപ്പുണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ തന്നെ സമയം പോകും. കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. ചൈനീസ് ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് ഫുഡ്. മധുരം ഉണ്ടാവും, ചിലപ്പോൾ എരിവുണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മറ്റേ അറബികളുടെ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് അറബി നാട്ടിലെ ഫുഡ്, അറബികളുടെ ഫുഡൊന്നുമല്ല, അറബി നാട്ടിലെ ഫുഡ്. ഇപ്പോൾ അവധി ആയതുകൊണ്ടാണ്. ഇവർ ഈ ചൈനീസ് ന്യൂ ഇയർ വരുമ്പോഴേ ഇവർ 15 ദിവസത്തേക്ക് കട അടച്ചിടും. അവർക്ക് ഹോളിഡേ. നമ്മൾ ബാക്കിയുള്ളവർ കഷ്ടപ്പെടണമെന്നാണ് ആൻറ്റി ഞങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം മലേഷ്യയിൽ വന്നിട്ട് 6 മാസമായി. മലേഷ്യയിലെ ബിരിയാണി കഴിക്കണമെന്ന് വെച്ചിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. കറങ്ങി കറങ്ങി എത്തിയില്ല. റെസ്റ്റോറൻറ്റ് നാസി കാന്ത എവിടെയോ എത്തി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ എന്താ നമ്മൾ കറങ്ങി കറങ്ങി ഇവിടെ തന്നെ എത്തിയേ. അപ്പുറത്തെ വഴി നമുക്ക് നാളെ പോകാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലം നാളെ കാണിക്കാവേ.